ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് വീണ്ടും രക്തച്ചൊരിച്ചിലിന്റെ തിരിച്ചടി. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും 2 അമേരിക്കൻ സൈനികരുടെ ജീവനെടുത്തു. ഒരാളെ കാണാതായി. 15 വർഷങ്ങൾക്ക് മുൻപ് മധ്യപൂർവേഷ്യയിൽ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളുടെ ഓർമ്മകളെ പോലും മറികടക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സംഘർഷം ഓരോ ദിവസവും പുതിയ തരത്തിലേക്ക് കടക്കുന്നത്. ഇറാനെ മുട്ടുകുത്തിക്കുമെന്ന വാഷിംഗ്ടണിന്റെ പ്രഖ്യാപനങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ സൈന്യം പോലും ഇനി സുരക്ഷിതരല്ല എന്ന മുന്നറിയിപ്പാണ് ടെഹ്റാൻ നൽകുന്നത്. യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അതിന്റെ അവസാന അധ്യായം എഴുതുന്നത് ഒരിക്കലും ആക്രമണം തുടങ്ങിയവർ മാത്രമല്ല. ജോർദാനിൽ വീണ 2 അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ ആ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും പുതിയ തെളിവായി മാറുകയാണ്. അമേരിക്കയുടെ ഓരോ വ്യോമാക്രമണത്തിനും മറുപടിയായി ഇറാന്റെ പ്രതികാര ശേഷി വർദ്ധിക്കുമ്പോൾ മധ്യപൂർവേഷ്യ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കയാണ് ലോകം പങ്കുവയ്ക്കുന്നത്. ജോർദാനിലെ US വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലാണ് 2 US സൈനികർ കൊല്ലപ്പെട്ടത്. ഒരാളെ കാണാതാവുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. US സെൻട്രൽ കമാൻഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മാർച്ച് മാസത്തിനു ശേഷം ഇറാനിയൻ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണെന്നും അവർ വ്യക്തമാക്കി. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ ജൂലൈ 17-ന് ജോർദാനിൽ വെച്ച് US സെൻട്രൽ കമാൻഡിന്റെയും സഖ്യസേനയുടെയും ഭാഗമായ 2 US സൈനികർ കൊല്ലപ്പെട്ടു. കൂടാതെ ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട് എന്നാണ് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. കൂടാതെ 4 സൈനികരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തതായും US സൈന്യം വ്യക്തമാക്കി. മറ്റുദ്യോഗസ്ഥർക്ക് ചെറിയ പരിക്കുകൾ ഏൽക്കുകയും ഡ്യൂട്ടിയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോർദാനിലെ അൽ അസ്ട്രാഖിലെ US സേന ഉപയോഗിക്കുന്ന ഒരു താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച ഏറ്റെടുത്തിരുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ USന്റെ നിരവധി വിമാനങ്ങൾ നശിപ്പിച്ചതായും ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷകളുടെ ഭാഗമായി ഇറാനെതിരെ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതായി US സൈന്യവും അറിയിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം ഇറാനുമായുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ ഇതുവരെ 16 US സൈനികരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളും വിമാനവാഹിനി കപ്പലുകളും സൈനിക സഖ്യങ്ങളും ഉണ്ടെങ്കിലും യുദ്ധഭൂമിയിൽ ഓരോ നിമിഷവും ജീവനാണ് ഏറ്റവും വലിയ വില. പ്രതികാരത്തിന്റെ രാഷ്ട്രീയം തുടരുന്നിടത്തോളം മരണസംഖ്യ മാത്രമേ ഉയരുകയുള്ളൂ. ഇന്ന് ജോർദാൻ, നാളെ കുവൈറ്റ്, ബഹ്റിൻ, ഹോർമുസ്, അതിനപ്പുറം മുഴുവൻ ഗൾഫ് മേഖലയും യുദ്ധത്തിന്റെ തീയിൽ അകപ്പെടാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. വെടിയുണ്ടകൾ സംസാരിക്കുന്നിടത്ത് നയതന്ത്രം നിശബ്ദമാകുന്നു. നയതന്ത്രം നിശബ്ദമാകുമ്പോൾ മനുഷ്യരാണ് മരിക്കുന്നത്. ജോർദാനിലെ ഈ ആക്രമണം അമേരിക്കയ്ക്ക് നേരെയുണ്ടായ മറ്റൊരു സൈനിക നഷ്ടം മാത്രമല്ല, മധ്യപൂർവേഷ്യയെ സൈനിക ശക്തി കൊണ്ട് മാത്രം നിയന്ത്രിക്കാനാവില്ല എന്ന കഠിനമായ രാഷ്ട്രീയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നത് കൂടിയാണ്. യുദ്ധത്തിന്റെ തീ ആളിക്കത്തുമ്പോൾ വിജയികൾ ആരുമില്ല. അവശേഷിക്കുന്നത് നഷ്ടങ്ങളും കണ്ണുനീരും മാത്രം.